ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിലെത്തി നിൽക്കുമ്പോൾ കേരളത്തിൽ പതിവ് രാഷ്ട്രീയ നാടകങ്ങൾ അരങ്ങേറുകയാണ്. അതായത് പ്രത്യക്ഷത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ മുൻപോട്ട് വെക്കുന്ന പ്രത്യയശാസ്ത്രങ്ങളെയോ ഇല്ലെങ്കിൽ അവരുടെ മാനിഫെസ്റ്റോയ്ക്കും അപ്പുറം ജാതിമത ഘടകങ്ങൾ നിർണായക സ്വാധീനം നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ ചെലുത്താറുണ്ട്. 2016-ലും 19-ലും 21-ലും ഒക്കെ നാം അത് കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ അടിയൊഴുക്കുകൾ വളരെ നിർണായകമാണ്. അപ്പോൾ അതുപോലെ ന്യൂനപക്ഷ വിഭാഗം, അതിൽ പ്രബലമായ മുസ്ലിം വിഭാഗം തന്നെ എല്ലാ കാലങ്ങളിലും അവർ ചെയ്യുന്നൊരു വോട്ടിംഗ് പാറ്റേൺ ഉണ്ട്. അതായത് ലോക്സഭയിൽ UDF അനുകൂലമായും നിയമസഭയിൽ LDF അനുകൂലമായിട്ടാണ് ഈ അടുത്ത കാലങ്ങളിലെല്ലാം അവരുടെ ഒരു വോട്ടിംഗ് പാറ്റേൺ മുൻപോട്ട് പോകുന്നത്. പക്ഷേ ഇവിടെ ഒരു വലിയ ട്വിസ്റ്റ് സംഭവിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. 2019 മുതൽ തന്നെ അത് ആരംഭിച്ചിരിക്കുന്നതാണ്. അതായത് ഈ ക്രിസ്തീയ വിഭാഗങ്ങൾക്കിടയിലുള്ള വോട്ടുകൾ മുൻപ് കൂട്ടത്തോടെ UDFിലേക്കാണ് പോയിരുന്നതെങ്കിൽ അത് കഴിഞ്ഞ നിയമസഭാ കാലത്ത് അതിനൊരു കോട്ടം തട്ടിയിട്ടുള്ള ആ വോട്ടുകളിൽ കുറച്ചധികം LDFിനും പോകുന്ന ഒരു കാഴ്ച കണ്ടു. പക്ഷേ ഇത്തവണത്തെ ആ വോട്ടിൽ UDFിനും LDFിനും ഒപ്പം തന്നെ ഒരു ചെറിയ ശതമാനം ക്രിസ്തീയ വോട്ടുകൾ BJPക്ക് പോകാനുള്ള സാധ്യതകളും വളരെ ഏറെയാണ്. ഇതുതന്നെയാണ് ഈ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം. ഒരു ചെറിയ ശതമാനം ക്രിസ്തീയ വോട്ടുകളുടെ ട്വിസ്റ്റ് ഉണ്ടായാൽ പോലും BJPക്ക് അതൊരു വലിയ ചലനം സൃഷ്ടിക്കാൻ കഴിയുന്ന ചില മണ്ഡലങ്ങൾ കേരളത്തിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും ഈ CPMനെയും കോൺഗ്രസിനെയും ഭയപ്പെടുത്തുന്ന ഒന്ന്. കാരണം BJP അവരുടെ A ക്ലാസ് മണ്ഡലമായിട്ടും വിജയപ്രതീക്ഷ വെച്ച് പുലർത്തുന്ന 3ഓളം മണ്ഡലങ്ങളിൽ ക്രിസ്തീയ വോട്ടുകൾ വളരെ നിർണായകമാണ്. അതിലൊരു ചെറിയ ഷിഫ്റ്റ് സംഭവിച്ചാൽ പോലും ഒരുപക്ഷെ അട്ടിമറി തന്നെ നടന്നേക്കാം. മറ്റൊന്ന്, വലിയ ഒരു ചേഞ്ച് നമ്മുടെ ഇപ്പോൾ ഈ കേരളത്തിൽ നടക്കുന്നത് ഹിന്ദു വിഭാഗങ്ങൾക്കിടയിലുള്ള വിവിധ ജാതികളുടെ ഒരു വോട്ടിംഗ് പാറ്റേൺ മാറിത്തുടങ്ങുന്നു. പ്രത്യേകിച്ച് അതിലെ പ്രബല സമുദായങ്ങളായ ഈഴവ നായർ വോട്ടുകളില്ല. കാരണം നായർ വോട്ട് മുൻപ് മുതൽ തന്നെ കോൺഗ്രസിനും BJPക്കുമായി ഡിവൈഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന വോട്ടുകളാണ്. പക്ഷേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ മധ്യ തിരുവിതാംകൂറിലടക്കം ഈ നായർ വോട്ടിൻ്റെ ഒരു വലിയ ശതമാനം LDFിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന കാഴ്ചയെ നാം കണ്ടു. ഇപ്പോൾ ആ വോട്ടുകൾ വീണ്ടും മാറി മറിയുന്നു. അതായത് വീണ്ടും അത് BJPക്കും കോൺഗ്രസിനും ഇടയിലേക്ക് ഡിവൈഡ് ചെയ്യപ്പെടുന്നു. പക്ഷേ ഇവിടെ പുതിയതായിട്ട് BJPക്ക് ലഭിക്കാൻ സാധ്യതയുള്ള ഒരു വോട്ട് എന്ന് പറയുന്നത് ഈഴവ വിഭാഗത്തിൻ്റെ വോട്ടാണ്. കാരണം CPMൻ്റെ ബേസ് വോട്ട് എന്ന് പറയുന്നത് ഹിന്ദു മതവിഭാഗത്തിലെ ഈഴവ വോട്ടുകൾ തന്നെയാണ്. ആ വോട്ടുകളിൽ വലിയൊരു ഷിഫ്റ്റ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ആലപ്പുഴ പോലെയുള്ള മണ്ഡലങ്ങളിൽ അത്തരം ഒരു മൂവ്മെൻറ്റ് അല്ലെങ്കിൽ അത്തരത്തിലൊരു ഷിഫ്റ്റിങ് നമുക്ക് ദൃശ്യമാകാനും കഴിയുന്നുണ്ട്. കാരണം നമ്മൾ ഈ പല ഇടത്തുള്ള സാധാരണപ്പെട്ട ജനങ്ങളോട്, രാഷ്ട്രീയമൊന്നുമില്ലാത്ത സാധാരണപ്പെട്ട ജനങ്ങളോട് സംവേദിക്കുമ്പോഴും മറ്റുമൊക്കെ അത്തരത്തിലുള്ളൊരു ചെറിയ ഷിഫ്റ്റിംഗ്, കാരണം ഇത്തവണ ആ വോട്ട് അങ്ങനെ പോകട്ടെ എന്ന് പറയുന്ന ഒരു വലിയ വിഭാഗത്തിനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇത് തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയ തലവേദന സൃഷ്ടിക്കുന്നത്. കാരണം നാളിതുവരെ കേരളത്തിൽ UDFും LDFിനും ഇടയിൽ മാത്രം വിഭജിക്കപ്പെട്ടിരുന്ന ന്യൂനപക്ഷ വോട്ടുകളും ഒപ്പം തന്നെ ഹൈന്ദവ വിഭാഗത്തിലെ വിവിധ സമുദായ വോട്ടുകൾക്കുമെല്ലാം വലിയ മാറ്റം ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി സംഭവിക്കുന്നു. അങ്ങനെ സംഭവിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് CPMന് ഇപ്പോൾ സീറ്റ് കുറഞ്ഞാലും അവർക്ക് വലിയ നിരാശ ഉണ്ടാകാൻ സാധ്യതയില്ല. UDFിന് അതിനെ സംബന്ധിച്ച് സീറ്റ് കൂടേണ്ടത് അവരുടെ ആവശ്യമാണ്. കാരണം കഴിഞ്ഞ 10 വർഷമായി ഭരണത്തിലില്ല, സംസ്ഥാന ഭരണത്തിലില്ലാത്തൊരു പാർട്ടി അവർക്ക് തിരിച്ചു കയറി വരണമെങ്കിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയൊരു വിജയം തന്നെ അനിവാര്യമാണ്. LDFിനെ സംബന്ധിച്ച് അത്തരത്തിലൊരു വലിയ ആവേശമൊന്നും അവർക്കില്ല. കാരണം അല്പം സീറ്റ് കുറഞ്ഞാലും പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ലാത്ത സാഹചര്യം. പക്ഷേ ഇവിടെ ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഉണ്ടാകുന്ന ആ വോട്ടിംഗ് വ്യതിയാനം വരാൻ പോകുന്ന നിയമസഭയിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും വലിയ ഇമ്പാക്റ്റ് തന്നെ ഉണ്ടാക്കും എന്നുള്ളതാണ്. കാരണം ഒരു തവണ ചിഹ്നം മാറി വോട്ട് കുത്തി തുടങ്ങിയാൽ ആ വോട്ടുകൾ ആ ചിഹ്നത്തിലേക്ക് തന്നെ പോകുമെന്നുള്ള ഒരു സാധാരണ സൈക്കോളജി തന്നെയാണ് ഇവിടെയും. അതായത് പരമ്പരാഗതമായി കൈപ്പത്തിക്കും അരിവാൾ ചുറ്റിക നക്ഷത്രത്തിനും വോട്ട് ചെയ്യുന്ന വോട്ടർമാർ BJPയുടെ താമര ചിഹ്നത്തിലേക്ക് വോട്ട് ചെയ്താൽ അവർ കാലങ്ങളായി തുടർന്ന് വന്നിരുന്ന ആ ഒരു പരമ്പരാഗത രീതി വിട്ട് മറ്റൊന്നിലേക്ക് മാറും. ഇങ്ങനെ മറ്റൊന്നിലേക്ക് മാറിയാൽ വരുംകാല തെരഞ്ഞെടുപ്പിലും അത്തരത്തിലേക്കൊരു നീക്കം ഉണ്ടാകും. അത് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ, അതായത് കോൺഗ്രസിൻ്റെ ആയാലും CPMൻ്റെ ആയാലും അടിവേരിറക്കുന്ന ഒരു രീതിയാണ്. അതായത് ന്യൂനപക്ഷ വോട്ടുകളിൽ പഴയതുപോലെ തന്നെ മുസ്ലിം വിഭാഗത്തിൻ്റെ വോട്ടുകൾ UDFിലേക്ക് മാറുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ ആ രീതിയാണ് നിയമസഭാ. പക്ഷേ ക്രിസ്തീയ വോട്ടുകൾ അത് മൂന്നായിട്ട് പോകാനുള്ള സാധ്യത, മൂന്നായിട്ടല്ല കൃത്യമായി തന്നെ 2ആയി പോകാനുള്ള സാധ്യതയാണ് വളരെ കൂടുതലായി നിൽക്കുന്നത്. പ്രത്യേകിച്ച് അതിനകത്തൊരു ചെറിയ വിഭാഗത്തിൻ്റെ വോട്ട് BJPയിലേക്ക് മാറുന്നു എന്നുള്ളൊരു വലിയ കാഴ്ചയാണ്. ഇതിനേക്കാൾ ഉപരി വലിയൊരു മാറ്റം സംഭവിച്ചിരിക്കുന്നത് ഹിന്ദു വിഭാഗത്തിൽ തന്നെയാണ്. അതിൽ തന്നെ പ്രധാന ജാതീയ വിഭാഗങ്ങളായ ഈഴവ നായർ വോട്ടുകളിൽ വലിയ ഷിഫ്റ്റാണ് സംഭവിച്ചിരിക്കുന്നത്. കാരണം പരമ്പരാഗതമായി UDFിനും LDFിനും പിന്നിൽ അണിനിരുന്നവർക്ക് ഇത്തവണ മൂന്നാമതൊരു ഓപ്ഷൻ, ഒരുപക്ഷെ കേരളത്തിൻ്റെ പൊതുവായ ഒരു ധാരണ,
കാരണം കഴിഞ്ഞ 10-60 വർഷമായിട്ട് LDFനും UDFനും ഇടയിൽ വിഭജിക്കപ്പെട്ടിരുന്ന ഒരു വോട്ട് മാറി മാറി രണ്ട് കൂട്ടർക്കും ചെയ്യുന്നിടത്ത് ആൾട്ടർനേറ്റീവായിട്ട് മൂന്നാമതൊരു കക്ഷി വരുന്നു. ആ മൂന്നാമതൊരു കക്ഷിക്ക് വോട്ട് കൊടുക്കാമെന്ന് ചിന്തിക്കുന്നൊരു വിഭാഗം കൂടിയുണ്ട്. ഒപ്പം തന്നെ വികസനം ഒരു പ്രധാന അജണ്ടയായി കാണുന്ന ഒരു വിഭാഗമുണ്ട്. യൂത്തിനെ സംബന്ധിച്ച് അവർക്ക് രാഷ്ട്രീയമോ ജാതിയോ ഒന്നും തന്നെയില്ല. അവർ വികസനത്തെ സ്വപ്നം കാണും. ഇങ്ങനെയാണ് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് പോകുന്നത്. ഒരുപക്ഷെ ഇനിയും തെരഞ്ഞെടുപ്പിനായിട്ട് 10-22 ദിവസം പ്രചരണത്തിനായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിനായിട്ട് ഇനിയും 25 ദിവസങ്ങൾ അവശേഷിക്കുന്നു. ഈ ദിവസങ്ങളിലേക്ക് ഓരോ നിമിഷവും രാഷ്ട്രീയം അനുദിനം മാറി മറിയാം. അതുകൊണ്ട് ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ എന്ത് സംഭവിക്കുമെന്നുള്ളതും, ഈ വോട്ടിങ്ങിൽ ഇനി വേറെ ഷിഫ്റ്റുകൾ സംഭവിക്കുമോ, പുതിയ പുതിയ കാര്യങ്ങൾ ഉണ്ടാകുമോ, രാഷ്ട്രീയപരമായ പ്രസ്താവനകൾ, ഒരു ചെറിയ പ്രസ്താവനയ്ക്ക് പോലും വോട്ടിങ്ങിൽ മാറ്റം വരുത്താൻ കഴിയുമെന്നിരിക്കെ ഇനി വരും ദിവസങ്ങളിൽ എന്താണ് സംഭവിക്കുക എന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. ഇത് ന്യൂസിനെ വളരെ പോയിന്റ്. നന്ദി, നമസ്കാരം.